എടോ, ഇതിപ്പോൾ 3 ദിവസമായി. എത്ര നേരമെന്ന് വെച്ചാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഏയ്, താൻ ഉറങ്ങില്ലേ? താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. തനിക്കിത് എന്ത് പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ സാധിക്കുമായിരുന്നു. ദൈവപുത്രൻ പോലും. ദൈവപുത്രൻ. എങ്കിൽ നീ ഇവിടെ നിൽക്ക്. മറിയം, അതാ നോക്കൂ. എന്താ, എന്തു പറ്റി? കാണുന്നില്ലേ, കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണല്ലോ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിവരം വേഗം ശിഷ്യന്മാരെ അറിയിക്കണം. എങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവരെ വിവരം അറിയിക്കാം. എന്റെ ദൈവമേ, എന്റെ കർത്താവിന് എന്തായിരിക്കും സംഭവിച്ചത്? ആരായിരിക്കും അവനെ ഇവിടുന്ന് എടുത്ത് മാറ്റിയത്? സ്ത്രീ, ആരാണത്? ഞങ്ങളുടെ കർത്താവിനെ ആരോ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ തിരയുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്റെ കർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന്? ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അവൻ ദൈവസന്നിധിയിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യനിൽ പിറന്ന ദൈവപുത്രൻ പാപികളായവരുടെ കൈകളാൽ ക്രൂശിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് ഗലീലയിൽ വെച്ച് അവൻ പറഞ്ഞത് നീ അറിഞ്ഞില്ലേ? അവൻ എവിടെയും ഉണ്ടില്ല. അവൻ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. എല്ലാവരും നമ്മുടെ നടപ്പനയുടെ മുകളിലേക്ക് ശ്രദ്ധിക്കുക. നടപ്പനയുടെ മുകളിലേക്ക് ശ്രദ്ധിക്കുക.
അനുഗ്രഹപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. Daddy.